അനുദിനമന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിന്റെ കരുതലും സ്നേഹവും നിറഞ്ഞതായ ഒരു പുലരി ആശംസിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചിന്താവിഷയം സമൃദ്ധമായ സ്നേഹം. സമൃദ്ധമായ സ്നേഹം. വായനയ്ക്കുള്ള ഭാഗം 1 യോഹന്നാൻ അധ്യായം 3. 1 യോഹന്നാൻ അധ്യായം 3:1 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. ഹല്ലേലൂയാ, 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 സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണ്! എല്ലാ ഗ്രാഹ്യത്തിനും യുക്തിക്കും അതീതമായ ഒരു സ്നേഹം. യാതൊരു യോഗ്യതയുമില്ലാത്ത, സ്നേഹമില്ലാത്ത, പാപം നിറഞ്ഞ എന്നെയും നിന്നെയും ദൈവം എന്തിനെ സ്നേഹിക്കണം? ഹല്ലേലൂയാ. മനുഷ്യരോടുള്ള ദൈവസ്നേഹം അളവില്ലാത്തതാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. പക്ഷേ ചോദ്യം ചെയ്യാനാവില്ല. വിശ്വാസികൾ എന്ന നിലയിൽ ദൈവം നമ്മെ സ്നേഹിക്കുകയും അവന്റെ മക്കളെന്ന് പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 1:12 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മെ അവന്റെ മക്കളാക്കാൻ പിതാവിന്റെ മഹത്തായ സ്നേഹം ആവശ്യമാണ്. അത് നമ്മുടെ സ്വന്തം പ്രവൃത്തിയല്ല, മറിച്ച് അവന്റേതാണ്. ഹല്ലേലൂയാ. യേശുക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി സ്വാഗതം ചെയ്യുന്ന എല്ലാവരും ഈ മഹത്തായ സ്നേഹത്തിന്റെ ശക്തിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഈ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ദൈവം തരുന്നത് പോലെയുള്ള ഒരു സ്നേഹം അനുഭവിക്കുവാൻ കഴിയയില്ല. ദൈവത്തെ പോലെ നിരുപാധികവും നിരന്തരവുമായ സ്നേഹം നമുക്ക് നൽകാൻ ഒരു മനുഷ്യനും കഴിവില്ല. ദൈവസ്നേഹം തികച്ചും നിസ്വാർത്ഥമാണ്, സ്വാർത്ഥതയില്ലാത്തതാണ്. മറഞ്ഞിരിക്കുന്ന അജണ്ടകളോ ലക്ഷ്യങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ദുഷ്ടലക്ഷ്യമോ ഇല്ല. അവന്റെ സ്നേഹം ശുദ്ധവും നീതിയും നല്ലതും ദയയും കരുണയും നിറഞ്ഞതാണ്. അവിടുത്തെ സ്നേഹം എല്ലായ്പ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും നന്മയെ ലക്ഷ്യമുള്ളതാക്കിയതാണ്. നമ്മുടെ പിതാവിന്റെ സമൃദ്ധമായ സ്നേഹത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കാനും അവന് വേണ്ടി പൂർണ്ണമായി ജീവിക്കാനും തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ഈ സ്നേഹം ലഭ്യമാണ്. ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ അവന്റെ കുടുംബത്തിന്റെ ഭാഗമായി അനുസരണയോടും വിശ്വസ്തയോടും നമുക്ക് ജീവിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമ്പൂർണതയും അവന്റെ സ്നേഹവും അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയാ, സ്തോത്രം. ഹല്ലേലൂയാ. കർത്താവേ, ഈ ദിവസം കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ അവിടുത്തെ കരുണ ഞങ്ങളുടെ മേലയക്കണമേ. കൃപയിൽ നിർത്തണ കർത്താവേ. ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ഹല്ലേലൂയാ, ദേശത്തിന് പകർന്നു കൊടുക്കുവാൻ കർത്താവിന്റെ മഹാകൃപ ഇന്ന് ഞങ്ങളുടെ മേലയക്കണമേ. ഹല്ലേലൂയാ, സ്തോത്രം, സ്തോത്രം. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്തു. കർത്താവേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ. ആത്മാവിൽ ശുദ്ധിയോടെ ജീവിപ്പാൻ, ആത്മനൈർമല്യം നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി ആത്മദാനങ്ങൾ പകരണമേ.